ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺഗൈഡഡ് മീഡിയത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഗൈഡഡ് മീഡിയവും അൺഗൈഡഡ് മീഡിയവും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഗൈഡഡ് മീഡിയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഗൈഡഡ് മീഡിയം എന്ന് വെച്ചാൽ എന്തായിരുന്നു? വയേർഡ് കണക്ഷനാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കേബിൾസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി ഈ വീഡിയോയിൽ അതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി, അതായത് അൺഗൈഡഡ് മീഡിയം എന്താണ്? അപ്പോൾ അൺഗൈഡഡ് മീഡിയം എന്ന് പറയുന്നത് എന്താണ്? വയർലെസ് കണക്ഷൻസ് ആണ് പറയണത്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് വയർലെസ് കണക്ഷൻ ആണ്, ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളെല്ലാം വയർലെസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ കേബിൾസ് ഒന്നും യൂസ് ചെയ്യണില്ല അല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓരോ വേവ്സ് രൂപത്തിലായിരിക്കും നമ്മുടെ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മീഡിയം നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അൺഗൈഡഡ് മീഡിയം എന്ന് നമുക്ക് പറയാം. ഇവിടെ പറയുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഓൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലേ? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുവഴിയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് അല്ലേ, അത് യൂസ് ചെയ്യുന്ന മീഡിയമാണ് അൺഗൈഡഡ് മീഡിയം. ഇനി ഈ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഒരു വേവ് രൂപത്തിലായിരിക്കും നമ്മുടെ ഡാറ്റ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ അൺഗൈഡഡ് മീഡിയത്തിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന വേവ്സ് എന്ന് പറയുന്നത്, ഒന്ന് റേഡിയോ വേവ്സ്, രണ്ട് മൈക്രോവേവ്സ്, പിന്നെ ഇൻഫ്രാറെഡ് വേവ്സ്. ഇങ്ങനെ 3 ടൈപ്പ് വേവ് രൂപത്തിലാണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിറ്റായി പോകുന്നത്. അപ്പോൾ നമുക്ക് റേഡിയോ വേവ് എന്താണെന്ന് നോക്കാം. റേഡിയോ വേവ്, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, റേഡിയോ വേവ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു ആൻറ്റിനയുണ്ട്. ആ ആൻറ്റിനയിൽ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ട് ആണ് ഈ റേഡിയോ വേവ്സ് പോകുന്നത്. അപ്പോൾ ഈ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നുണ്ട് അല്ലേ? റേഡിയോ വേവ് എന്ന് പറയുന്നത്, റേഡിയോ വേവ്സ് ഹാവ് എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 3 kHz to 3 GHz, അതായത് 3 kHz മുതൽ 3 GHz വരെ അതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അത്രയും ഫ്രീക്വൻസി റേഞ്ചിൽ റേഡിയോ വേവ്സിന് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റേഡിയോ വേവ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഷോർട്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും നമുക്ക് റേഡിയോ വേവ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ പറയുന്നത് എന്താണ്? ദീസ് വേവ്സ് ആർ ഈസി ടു ജനറേറ്റ് ആൻഡ് ക്യാൻ ഗോ ഓവർ ദ വാൾസ് ഓഫ് എ ബിൽഡിംഗ് ഈസിലി. അതായത് ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, ഈ വേവ് പോകുന്ന വഴിയിൽ. ആ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്ത് അതിനപ്പുറത്തേക്കും ഈ റേഡിയോ വേവ്, എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ, ഈ റേഡിയോ വേവ് സഞ്ചരിക്കുന്ന ആ ഒരു ഇതിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാലും ആ ഒരു ഒബ്ജക്റ്റിന് അപ്പുറത്തേക്കും ഈ വേവ് പോകും എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് റേഡിയോ വേവ്സിൻ്റെ. ഒന്നാമത്തെ എന്താണ്? വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്, ദെർഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ആൻറ്റിനാസ് നീഡ് നോട്ട് ബി അലൈൻഡ് ഫേസ് ടു ഫേസ് അല്ലേ? നമ്മുടെ ആൻറ്റിന എന്ന് പറയുന്നത്, അതായത് ഈ വേവ് പുറപ്പെടുപ്പിക്കുന്ന ആൻറ്റിന എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ടു ഫേസ് അലൈൻ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ആ ഒരു വേവ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും റൗണ്ടഡ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. നേരെ അല്ലെങ്കിൽ സൈഡിലേക്ക്, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അങ്ങനെയൊന്നുമല്ല, എല്ലാ ഡയറക്ഷനിലേക്കും വേവ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ടു ഫേസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ആൻറ്റിനാസ് സെറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ പറയുന്നത് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ദാൻ വയേർഡ് മീഡിയ അല്ലേ? അതായത് വയർഡ് കണക്ഷനേക്കാളും കുറച്ചുകൂടി ചിലവ് കുറവാണ്, ഇൻഎക്സ്പെൻസീവാണ് ഈ റേഡിയോ വേവ് യൂസ് ചെയ്തിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്യാൻ പെനട്രേറ്റ് ത്രൂ മോസ്റ്റ് ഒബ്ജക്ട്സ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും അതിനെ തുളഞ്ഞപ്പുറത്തേക്ക് പോകും. അതാണ് പെനട്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്, തുളഞ്ഞു പോകാമെന്നൊക്കെ പറയും. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഇൻട്രപ്റ്റും വരില്ല, അതിനപ്പുറത്തേക്ക് അത് നമ്മുടെ വേവ് സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ട്രാൻസ്മിഷൻ ക്യാൻ ബി എഫക്റ്റഡ് ബൈ മോട്ടോഴ്സ് ഓർ അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഡാറ്റ ട്രാൻസ്മിഷന് എന്തെങ്കിലും മോട്ടോറോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളോ ഒക്കെ നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷനെ ബാധിക്കും. പിന്നെ പറയുന്നത് ലെസ് സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് നമ്മുടെ സെക്യൂരിറ്റി കുറച്ച് കുറവായിരിക്കും. പിന്നെ പെർമിഷൻസ് ഫ്രം അതോറിറ്റീസ് കൺസേൺഡ് ആർ റിക്വയർഡ് ഫോർ ദി യൂസ് ഓഫ് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ. നമുക്ക് അതോറിറ്റി പെർമിഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് മൈക്രോവേവ്.
അപ്പോൾ റേഡിയോ വേവ്സിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാ ഡയറക്ഷനിലേക്കും പോവും, ഒബ്ജക്റ്റുകളെ പെനട്രേറ്റ് ചെയ്ത് പോകുന്നു. നമുക്ക് ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, ഒബ്ജക്റ്റുകളെ പെനട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി മൈക്രോവേവ് നോക്കാം. മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി ഇവിടെ പറയുന്നുണ്ട് 300 MHz to 300 GHz. എത്രയാണ് ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത്. അതുപോലെ മൈക്രോവേവ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കനോട്ട് പെനട്രേറ്റ് എനി സോളിഡ് ഒബ്ജക്റ്റ് അല്ലേ. റേഡിയോ വേവ് എല്ലാ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മൈക്രോവേവ് എന്താണ് ചെയ്യുക, നേരെയാണ് പോവുക. ഇവിടുന്ന് ഒരു ആൻറ്റിനയുണ്ട്, അവിടെ ഒരു ആൻറ്റിനയുണ്ട്, ഇവിടുന്ന് നേരെ ആ ആൻറ്റിന, അങ്ങനെയാണ് പോകുന്നത്. വേറെ ഭാഗങ്ങളിലേക്കൊന്നും വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇടയിൽ എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പെനട്രേറ്റ് ചെയ്ത് പോവില്ല. അപ്പം എന്താ, കണക്ഷൻ അവിടെ ഇൻറപ്റ്റഡ് ആയി. ഇതാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റുകളൊക്കെ വന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടവേഴ്സൊക്കെ നല്ല ഹൈറ്റിലായിരിക്കും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം മൈക്രോവേവിൻ്റെ. എന്താ പറയുന്നത്, റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ദാൻ വയേർഡ് മീഡിയ. വയേർഡ് മീഡിയനേക്കാളും ഇൻഎക്സ്പെൻസീവ് ആണ്. അധികം നമുക്ക് കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഓഫേഴ്സ് ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓവർ ഡിഫിക്കൽട്ട് ടെറൈൻ അല്ലേ. ഡിഫിക്കൽട്ട് ടെറൈൻ അതായത് നമുക്ക് ഡാറ്റ കണക്ഷൻസ് കുറവ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നെറ്റ്വർക്ക് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെയൊക്കെ ഈസി കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. പിന്നെ പറയുന്നത് ദ ട്രാൻസ്മിഷൻ ഈസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരെയാണ് പോകുന്നത്. ദെർഫോർ ദ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ആൻറ്റിനാസ് നീഡ് ടു ബി പ്രോപ്പർലി അലൈൻഡ്. അത് നേരെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആൻറ്റിനാസ്, രണ്ട് ഭാഗങ്ങളിലുള്ള ആൻറ്റിനാസ് പ്രോപ്പറായിട്ട് തന്നെ അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോവേവിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാം ഇൻഫ്രാറെഡ് വേവ്സ്. ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസി റേഞ്ച് പറയുന്നുണ്ട് 300 GHz to 400 THz. അത്രയാണ് ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത്. പിന്നെ ദീസ് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ. വളരെ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുന്നത്. അധികം ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പറയുന്നത് നമുക്ക് കൂടുതലും ഈ ബ്ലൂടൂത്ത് കണക്ഷൻ അങ്ങനെയുള്ള ഷോർട്ട് ഡിസ്റ്റൻസിൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നോക്കാം. എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ, ഹെൻസ് ഇൻഫർമേഷൻ പാസ്ഡ് ടു വൺ ഡിവൈസ് ഈസ് നോട്ട് ലീക്ക്ഡ്. അതായത് എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്ന അത്രയും ദൂരം, അതാണ് പറയുന്നത്. അത്രയും ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വൺ ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ലീക്കാവാതെ തന്നെ നമ്മുടെ ഡാറ്റ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഓൺലി 2 devices ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഇപ്പോൾ നെറ്റ്വർക്ക് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം രണ്ട് ഡിവൈസിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ പറയുന്നത് ദ വേവ്സ് കനോട്ട് ക്രോസ് സോളിഡ് ഒബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് വന്നാൽ അതിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഇൻഫ്രാറെഡ് വേവ്സിന് പറ്റില്ല. പിന്നെ ദ ലോങ്ങർ ദ ഡിസ്റ്റൻസ് ദ വീക്കർ ദ പെർഫോമൻസ്. എത്രത്തോളം ഡിസ്റ്റൻസ് കൂടിപ്പോകുന്നോ അപ്പോൾ അത്രയും പെർഫോമൻസ് കുറഞ്ഞു വരും. അതാണ് ഷോർട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ അൺഗൈഡഡിൽ പറയുന്നത്. അൺഗൈഡഡ് എന്ന് പറയുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും. നമ്മൾ 3 തരത്തിലുള്ള വേവ്സാണ് യൂസ് ചെയ്യുന്നത്: റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്. 3 പഠിച്ചു വയ്ക്കുക. റേഡിയോ വേവ്സ് എല്ലാ ഡയറക്ഷനിലേക്കും പോവും. ഷോർട്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ പെനട്രേറ്റ് ചെയ്ത് പോകും. പിന്നെ മൈക്രോവേവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പെനട്രേറ്റ് ചെയ്ത് പോവില്ല. അതുകൊണ്ട് തന്നെ ടവേഴ്സ് അല്ലെങ്കിൽ ആൻറ്റിനാസൊക്കെ നല്ല ഹൈ റേഞ്ചിലായിരിക്കും നമ്മൾ അലൈൻ ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് മാത്രമേ യൂസ് ചെയ്യുന്നു. ഒബ്ജക്റ്റുകളെ പെനട്രേറ്റ് ചെയ്ത് പോവില്ല. അതുകൊണ്ട് തന്നെ പിന്നെന്താ, ഡിസ്റ്റൻസ് കൂടുന്തോറും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻലി പോയിൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസിങ് റേഡിയോ വേവ്സ്. ഈ റേഡിയോ വേവ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ടെക്നോളജീസ് എന്ന് പറയുന്നത്? ഒന്ന് ബ്ലൂടൂത്ത്, പിന്നെ വൈഫൈ,
വൈമാക്സ്, സാറ്റലൈറ്റ് ലിങ്ക്. ഇങ്ങനെ 4 ടെക്നോളജീസാണ് റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ്, സാറ്റലൈറ്റ് ലിങ്ക്. അപ്പോൾ ഓരോന്ന് എന്താ നോക്കാം. ആദ്യത്തെയാണ് ബ്ലൂടൂത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബ്ലൂടൂത്ത് അല്ലേ. നമ്മളൊരു ഡാറ്റേനെ മറ്റൊരു ഡിവൈസിലേക്ക് അയക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കണക്ഷൻ അല്ലേ, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അധികം ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഈസ് നോട്ട് റിക്വയർഡ്. അതായത് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ വേണമെന്നില്ല. അതായത് നമുക്ക് നേരെ നോക്കിയാൽ കാണുന്ന ആ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ വേണമെന്നില്ല. പിന്നെന്താ, ബ്ലൂടൂത്ത് ക്യാൻ കണക്ട് അപ് ടു 8 ഡിവൈസസ് സൈമിൾട്ടേനിയസ്ലി അല്ലേ. അറ്റ് എ ടൈം 8 ഡിവൈസെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട്. പിന്നെ സ്ലോ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഡാറ്റ സെൻഡായി പോവുള്ളൂ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ആവുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്, ദിസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഇൻ എ വെറൈറ്റി ഓഫ് ഡിവൈസസ് ഫോർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ചെറിയ ഡിസ്റ്റൻസിൽ കുറച്ച് ഡിവൈസുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബ്ലൂടൂത്ത്. അതുപോലെ സെൽഫോൺ, ലാപ്ടോപ്സ്, മൗസ്, കീബോർഡ്, ടാബ്ലറ്റ്, ഹെഡ്സെറ്റ്സ്, ക്യാമറാസ് എക്സെട്ര ആർ സം ഓഫ് ദി ഡിവൈസസ് ദാറ്റ് യൂട്ടിലൈസ് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ വേണമെന്നില്ല. അറ്റ് എ ടൈം 8 ഡിവൈസെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സ്ലോ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വെറൈറ്റി ഡിവൈസുകളിൽ നമുക്ക് യൂസ് ചെയ്യാം. സെൽഫോൺ, ലാപ്ടോപ്സ്, മൗസ്, കീബോർഡ്സ്, ടാബ്ലറ്റ്സ്, ഹെഡ്സെറ്റ്, ക്യാമറാസ്, അതുപോലെയുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് വൈഫൈ? ഈ ചിലപ്പോൾ ഈ വൈഫൈയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഫുൾ ഫോം എന്ന് പറയുന്നത് വയർലെസ് ഫിഡിലിറ്റി. അതാണ് വൈഫൈയുടെ ഫുൾ ഫോം, വയർലെസ് ഫിഡിലിറ്റി. ഇനി എന്താണ് വൈഫൈ? ഇവിടെ പറയുന്നുണ്ട്, വൈഫൈ നെറ്റ്വർക്ക് മേക്ക് യൂസ് ഓഫ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ അക്രോസ് എ നെറ്റ്വർക്ക് ലൈക്ക് സെൽഫോൺസ്, ടെലിവിഷൻസ്, റേഡിയോസ്. നമുക്ക് നെറ്റ്വർക്ക് വഴി നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷന് റേഡിയോ വേവ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ മെത്തേഡാണ് വൈഫൈ. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇസ് നോട്ട് റിക്വയർഡ് അല്ലേ. നേരെ നോക്കുന്ന ആ ഒരു രീതിയിലുള്ള ഡിസ്റ്റൻസ് വേണമെന്നില്ല. പിന്നെ ഡാറ്റ ട്രാൻസ്മിറ്റ് സ്പീഡ് ഈസ് അപ് ടു 54 Mbps, അതായത് 54 Mbps സ്പീഡിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ വൈഫൈ ക്യാൻ കണക്ട് മോർ നമ്പർ ഓഫ് ഡിവൈസസ് സൈമിൾട്ടേനിയസ്ലി. അറ്റ് എ ടൈം നമുക്ക് കുറച്ചധികം ഡിവൈസുകൾ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ അപ് ടു 375 feet, അതായത് 114 മീറ്റർ വരെ നമുക്കൊരു വൈഫൈ കണക്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഒരു വയർലെസ് അഡാപ്റ്റർ ഉണ്ടാവും, അതിനൊരു ആൻറ്റിന ഉണ്ടാവും. അതുവഴിയാണ് നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മളുടെ ഏതാണോ, വൈഫൈ ഫോണാണോ, PC ആണോ, എന്തെങ്കിലും ഡിവൈസുകൾ നമുക്ക് ആ ഒരു കണക്ഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് വൈഫൈ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരിതാണ് വൈമാക്സ്. വൈമാക്സ് എന്ന് പറയുന്നത് വൈഫൈ പോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫോമൻസ് ഹൈ ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് വൈമാക്സ് എന്ന് പറയുന്നത്. വൈമാക്സിൻ്റെ ഫുൾ ഫോം ഇവിടെ തന്നിട്ടുണ്ട്, വേൾഡ് വൈഡ് ഇൻട്രോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. അതാണ് വൈമാക്സ് എന്ന് പറയുന്നത്. ഒറിജിനലി ബേസ്ഡ് ഓൺ 802.16e combine the benefits of broadbands and വയർലെസ്. പിന്നെ വൈമാക്സ് ഹാസ് എ ഫ്രീക്വൻസി റേഞ്ച് പറയുന്നുണ്ട് 2 GHz to 11 GHz. അതുപോലെ വൈമാക്സ് ക്യാൻ പ്രൊവൈഡ് ഹൈ സ്പീഡ് വയർലെസ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഓവർ വെരി ലോങ് ഡിസ്റ്റൻസസ്. നമുക്ക് ഒരു ഹോൾ സിറ്റി മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വയർലെസ് കണക്ഷൻ നമുക്ക് വൈമാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക വൈമാക്സിൻ്റെ. അതിൽ ഫസ്റ്റ് പറയുന്നത്, ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ് ക്യാൻ കണക്ട് ടു എ സിംഗിൾ സ്റ്റേഷൻ. ഒരു സിംഗിൾ സ്റ്റേഷനിലേക്ക് 100ഓളം ആൾക്കാർക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പ്രൊവൈഡ്സ് ഹയർ സ്പീഡ് കണക്ഷൻ അപ് ടു 70 Mbps ഓവർ എൻ ഏരിയ ഓഫ് 45 kilometers. അതായത് ഒരു 45 kilometer ആ ഒരു ഏരിയയിൽ ഒരു ഏരിയ ഡിസ്റ്റൻസിൽ 70 Mbps സ്പീഡിൽ നമുക്ക് ഡാറ്റ കണക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. വൈമാക്സ് അത്രയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇസ് നോട്ട് റിക്വയർഡ് അല്ലേ. ലൈൻ ഓഫ് സൈറ്റ് വേണമെന്നില്ല. എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും നമുക്ക് ആ ഒരു ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈ സ്പീഡ് കണക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ വെതർ കണ്ടീഷൻസ് ലൈക്ക് റെയിൻ, സ്റ്റോം എക്സെട്ര കുഡ് ഇൻറ്ററപ്റ്റ് ദ സിഗ്നൽ. ഈ മഴ, കാറ്റ് ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ സിഗ്നലിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ വെരി ഹൈ പവർ കൺസപ്ഷൻ ഉണ്ട് നല്ല രീതിക്ക്. അതുപോലെ ഹൈ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ആൻഡ് ഓപ്പറേഷൻ. ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടും അതിൻ്റെ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല പൈസ ഒക്കെ വരുന്നുണ്ട്. അതാണ് വൈമാക്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ ടെക്നോളജിയാണ് സാറ്റലൈറ്റ് ലിങ്ക് അല്ലേ. സാറ്റലൈറ്റ് ലിങ്ക് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പറഞ്ഞു, വൈഫൈ പറഞ്ഞു, വൈമാക്സ് പറഞ്ഞു, ലാസ്റ്റാണ് സാറ്റലൈറ്റ്. ഡിസ്റ്റൻസിൻ്റെ വയസ്സിലാണ് ഇതെല്ലാതും കാറ്റഗറൈസ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് ആണെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് കവറേജ് ആണ്. വൈമാക്സ് പറയുമ്പോൾ ബ്ലൂടൂത്തിനേക്കാളും കുറച്ചധികം ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. വൈമാക്സ് ആകുമ്പോൾ വൈഫൈനേക്കാളും കുറച്ചുകൂടി അധികം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ സാറ്റലൈറ്റ് ലിങ്ക് ആകുമ്പോഴോ നമ്മളുടെ ഈ ഒരു വേൾഡിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ അപ്പുറത്തുള്ള അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. അതെന്തുകൊണ്ടാണ്? ഈ സാറ്റലൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. എന്തിനാണ് ഈ സാറ്റലൈറ്റ്സ് എവിടെയുള്ളത്? നമ്മുടെ ഭൂമി അല്ലെങ്കിൽ എർത്തിന് മുകളിലായിട്ടാണ് സാറ്റലൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നിട്ടുണ്ട്, ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വ്യൂ അത്രയും ആ ഒരു ഗ്ലോബിനെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അയക്കുന്ന ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന എന്താണോ ആ ഒരു ഡാറ്റ സാറ്റലൈറ്റിൽ പോയി അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് അല്ലെങ്കിൽ എവിടേക്കാണത് കൊടുക്കേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ഡാറ്റേനെ സാറ്റലൈറ്റ് വഴിയാണ് അപ്പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത്രയും ഏരിയ കവർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ് ലിങ്ക് യൂസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് യൂസ് സാറ്റലൈറ്റ് ലിങ്ക്സ് ഫോർ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ്. അത്രയും ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, കോണ്ടിനെൻറ്റ്സ് ഒക്കെ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ, കൺട്രീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ് ലിങ്ക് യൂസ് ചെയ്യുന്നത്. Usually signal traveling in straight line and is not able to bend around the globe to reach a destination far away. അതായത് എവിടെയാണെങ്കിലും ഗ്ലോബിൽ എവിടെ ഇരുന്നാണെങ്കിലും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഡാറ്റ ട്രാവൽ ചെയ്ത് എത്തേണ്ടോടത്ത് തന്നെ എത്തിക്കാനായിട്ട് സാറ്റലൈറ്റ് ലിങ്കിന് പറ്റുന്നുണ്ട്. ഇനി സാറ്റലൈറ്റ് ലിങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. Satellites cover a large area of the earth. നമ്മുടെ എർത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും സാറ്റലൈറ്റ് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇത് സിസ്റ്റം ഈസ് എക്സ്പെൻസീവ്. നമുക്കറിയാം എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഉപഗ്രഹമൊക്കെ വിക്ഷേപിക്കണം, സാറ്റലൈറ്റ് വിക്ഷേപിക്കണം, അതിനുള്ള ടെക്നിക്കാലിറ്റി കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കണം. അപ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആണ്. പിന്നെ റിക്വയർസ് ലീഗൽ പെർമിഷൻ ആൻഡ് ഓതറൈസേഷൻ അല്ലേ. നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാനും ഇതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അയക്കുന്ന, ഇപ്പോൾ ഒരു സെൻറ്റർ അയക്കുന്ന ഡാറ്റ സാറ്റലൈറ്റിലെത്തി സാറ്റലൈറ്റ് എവിടെയാണോ ലൊക്കേഷൻ ആ ഒരു അല്ലെങ്കിൽ ആർക്കാണ് അത് അയക്കേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടേക്ക് അത് തിരിച്ചയക്കുകയാണ് ചെയ്യുക.